പുതിയ ഒരു കൃഷിരീതി കൂടി പരിചയപ്പെടുത്തുകയാണ് ഹരിതസുന്ദരം ഇത്തവണ. നമുക്കറിയാം, കാന്താരിയുടെ ഗുണഗണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. കാന്താരി ഉടച്ചതും കപ്പയും തൈരും കാന്താരിയും ഇവയൊക്കെ ചേർന്ന് മലയാളിയുടെ പരമ്പരാഗത ഭക്ഷണശീലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ ചില്ലറയൊന്നുമല്ല. എന്നാൽ കാന്താരി വ്യാപകമായി കൃഷി ചെയ്യുകയും കാന്താരിയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും അവ ലോകമറിയപ്പെടുന്ന മരുന്നായി മാറുകയും ചെയ്യുന്ന ഒരധ്യായമാണ് ചേർത്തലയിൽ നിന്ന് ഞങ്ങൾ ഇത്തവണ കാണിച്ചിരുന്നത്. കാണാം ആ കാഴ്ചകൾ. കാന്താരിയുടെ കരുത്തും കാന്തിയും. നമ്മുടെ ദൈനംദിന ആഹാരങ്ങളിൽ ഒഴിവാക്കാൻ കഴിയാത്ത ഒരു ചേരുവ കൂടിയാണ് കാന്താരി. സന്ധിവാതം ഉൾപ്പെടെയുള്ള വാതരോഗങ്ങൾക്കും അജീർണം, വായുസ്തോഭം, ദന്തരോഗങ്ങൾ ഇവയ്ക്കൊക്കെ ഫലപ്രദമായ ഒറ്റമൂലി കൂടിയാണ് കാന്താരി. ശരീരഭാരം കുറയ്ക്കുവാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുവാനും കൊളസ്ട്രോൾ നിയന്ത്രിക്കുവാനുമൊക്കെ ധാരാളം പേർ ഇന്ന് കാന്താരിയെ ഒപ്പം കൂട്ടുന്നുണ്ട്. കാന്താരിയാകട്ടെ ദഹനശക്തി വർദ്ധിപ്പിക്കുമെന്നും ശരീരത്തിലെ മാലിന്യങ്ങളെ പുറന്തള്ളുമെന്നും ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. 200ഓളം വരുന്ന വലിയ കർഷക കൂട്ടായ്മയ്ക്കാണ് സോമൻ നേതൃത്വം നൽകിയത്. ഒക്കെയും ചേർത്തല മുതൽ വൈക്കം വരെ വ്യാപിച്ചു കിടക്കുന്നു. ചേർത്തലയിലെ ചുരിമണലിൽ നിന്നാണ് കാന്താരി വിജയത്തിന്റെ മുകുളങ്ങൾ ഉയരുന്നത്. 100 മുതൽ 1000 വരെ വിവിധ എണ്ണത്തിലുള്ള ചെടികളുമായി ധാരാളം കർഷകർ കമ്പനിക്ക് കൂട്ടായുണ്ട്. എല്ലായിടത്തും സമാന രീതിയിൽ തന്നെ കൃഷി. ഒരടി അകലത്തിൽ കൃത്യമായി വാരം കോരി മൾച്ചിങ് അഥവാ പുതയിടൽ തന്ത്രം ഉപയോഗിച്ചാണ് കൃഷി. വാരം കോരുമ്പോൾ തന്നെ ഉണക്കച്ചാണകവും വേപ്പിൻ പിണ്ണാക്കും അടിവളമായി ചേരും. പ്ലാസ്റ്റിക് പുതയിട്ടാൽ ഒരടി അകലത്തിൽ അവ ചതുരത്തിൽ വെട്ടിമാറ്റി ഒത്ത നടുവിൽ വീണ്ടും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും നിറച്ചിട്ടാണ് തൈകൾ നടുന്നത്. ചൊരിമണലിൽ ചെടികൾക്ക് എന്നും ദാഹമുണ്ട്. അതുകൊണ്ട് നന നിത്യേന വേണം. വെള്ളം തങ്ങി നിൽക്കില്ല എന്ന പ്രത്യേകത കൂടി ഈ മണ്ണിനുണ്ട്. രോഗങ്ങളില്ലെങ്കിൽ 2ാം മാസം തന്നെ പൂവിടുന്ന കാന്താരി 3ാം മാസം അന്ത്യമെത്തുന്നതോടെ തിരിതെറുത്ത് പൂക്കും. ഇലയ്ക്ക് സമാനമായ എണ്ണത്തിൽ തന്നെ ചെറുമുളകുകളും പെരുകും. നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളും പുഴുക്കളും എത്തിനോക്കാതിരിക്കാൻ മികച്ച തന്ത്രങ്ങൾ തന്നെയാണ് കർഷകർ പയറ്റുന്നത്. ഗ്രീൻ നെറ്റാണ് പ്രധാന ആയുധം. അവ കാന്താരി ചെടികൾക്ക് മുകളിലൂടെ വിരിച്ച് പ്രകാശം നിയന്ത്രിക്കും. പുഴുക്കളെയും പ്രാണികളെയും ഓടിക്കുവാൻ പൂർണ്ണമായും ജൈവവിദ്യകൾ. ബാർ സോപ്പും പുകയിലയും ചേർത്തുണ്ടാക്കുന്ന പുകയില കഷായമാണ് പ്രധാന ആയുധം. കഷായം നേർപ്പിച്ച് കൃത്യമായി ചെടികളിൽ ഒഴിച്ചാൽ പ്രാണികൾ പമ്പ കടക്കും. ഇടയ്ക്കിടെ വെളുത്തുള്ളി പ്രയോഗവുമുണ്ട്. വെളുത്തുള്ളി 1ാം തരം ഔഷധം കൂടിയാണ്. രോഗാണുക്കളെ പ്രതിരോധിക്കുന്നതിനും ജീവാണുമുക്തമാക്കുന്നതിനും വെളുത്തുള്ളിക്കുള്ള ശക്തി എടുത്തു പറയേണ്ടതാണ്. കാന്താരിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ചുക്കുമൊക്കെ ചേരുന്ന കാന്താരി പ്ലസ് 1ാം തരം മൂല്യവർദ്ധിത ഉൽപ്പന്നമായി കഴിഞ്ഞു. കടലിനക്കരെ പോലും ഇന്ന് കാന്താരി പ്ലസിന്റെ കീർത്തിയുണ്ട്. ജൈവാംശമുള്ള മണ്ണിൽ പൂർണ്ണമായും ജൈവരീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാന്താരിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ചുക്കുമൊക്കെ ചേരുന്ന ഉൽപ്പന്നം രക്തസമ്മർദ്ദത്തെയും കൊളസ്ട്രോളിനെയുമൊക്കെ നിയന്ത്രിക്കുമെന്ന് കേട്ടാൽ ആരാണ് വാങ്ങാതിരിക്കുക? വലിയ ഒരു കർഷക കൂട്ടായ്മയുടെ വിജയം കൂടിയാണിത്. അതിന് നേതൃത്വം നൽകുവാൻ ഒരു സ്ഥാപനവും. ഈ വലിയൊരു കർഷകരുടെ ഒരു കൂട്ടായ്മ, പ്രത്യേകിച്ച് കാന്താരി എന്ന് പറയുന്ന കേരളത്തിൽ അങ്ങനെ ഒരു വിളയായിട്ട് ഒരു സംരംഭമായിട്ട് ചെയ്യുന്ന കർഷകർ വളരെ കുറവാണ്. അപ്പോൾ ഇത്രയും വലിയൊരു കർഷകരുടെ ഒരു കൂട്ടായ്മ അങ്ങ് സംഘടിപ്പിച്ചെങ്ങനെ? കാരണം ഈ കാന്താരി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് മുളക് ആരും വരെ രംഗത്ത് ഇറക്കിയിട്ടില്ല. കാരണം ഇതിനെ തൊടാനായിട്ട് എല്ലാവർക്കും പേടിയാണ്. ഇതിൽ നിന്നൊരു ഔഷധം ഉണ്ടെന്നുള്ള എല്ലാവരും പണ്ട് പുരാതന കാലം മുതലേ നമ്മൾ മുൻപ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു പ്രൊഡക്റ്റിനെ പറ്റി ലോഞ്ച് ചെയ്യാനായിട്ട് ആരും തയ്യാറായില്ല. കാരണം ഇതിൻ്റെ ദുരിതം, ഈ കാന്താരി കൃഷി ചെയ്യുന്നതും അതിൻ്റെ പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതും അത് ഏതെല്ലാം രൂപത്തിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ആർക്കും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് രംഗത്ത് വരുന്നത്. ഇതിൻ്റെ ആദായം എന്താണ്, ഇതിൽ കിട്ടുന്ന വരുമാനം എന്താണെന്നും ആർക്കും അറിയത്തില്ല. നമ്മൾ 1 ഏക്കർ സ്ഥലം നമുക്ക് കൃഷി ചെയ്യാൻ നമ്മൾ തിരഞ്ഞെടുത്താൽ 1 ഏക്കർ 5000 തൈ വയ്ക്കാം. ഒരു ചെടിയിൽ നിന്നും നമ്മൾ പ്രിഫർ ചെയ്യുന്ന 350 ഒരു ചെടിയിൽ നിന്ന് 350 ഗ്രാമാണ്. അത് 500 വരെ കിട്ടുന്നുണ്ട്. എത്രത്തോളം വളവുണ്ടോ അതിൻ്റെ നമ്മൾ എത്രത്തോളം അതിനെ സംരക്ഷിക്കുന്നു അതുപോലെ നമുക്ക് പ്രയോജനം കിട്ടും. അപ്പോൾ ഇത്രയും കർഷകർക്ക് ഈ തൈയെല്ലാം കൊടുക്കാനായിട്ട് വലിയൊരു അധ്വാനം വേണ്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വിശദീകരിക്കും? തീർച്ചയായിട്ടും. കാരണം ഇതിനെ ഞാൻ തന്നെയാണ് 1 ഏക്കർ സ്ഥലം എടുത്തത്, കൃഷി ചെയ്തു. ഇതിൻ്റെ കൃഷി ദൂരം കംപ്ലീറ്റ് പഠിച്ചു. ഇതിൻ്റെ ബേസിക്കലായിട്ട് സർവ്വ ഡീറ്റെയിൽസും പഠിച്ചുകൊണ്ടാണ് ഇത് പൊതുജനങ്ങളെ അറിയിക്കുകയും കൃഷിക്കാരെ കണ്ടെത്തുകയും അവർക്ക് തൈ വിതരണം ചെയ്യുകയും അവരിൽ നിന്നുള്ള പ്രൊഡക്ഷൻ ഞങ്ങൾ തന്നെ എടുക്കുക. കാരണം ഇതിന് പ്രൊഡക്ഷൻ ചെയ്തെന്നുള്ള ആളില്ല എടുക്കാനായിട്ട്. 100-150 രൂപയാണ് മാർക്കറ്റിൽ കിട്ടുന്നത്, 50 രൂപയാണ് കൊടുക്കുന്നത്. ഞങ്ങളത് നല്ലൊരു വില നിശ്ചയിച്ച് ഇപ്പോൾ ഞങ്ങൾക്ക് കിലോയ്ക്ക് ഫസ്റ്റ് ക്വാളിറ്റി സാധനം തരുന്നത് നല്ല ചുവന്ന പഴുത്ത മുളവിന് കിലോയ്ക്ക് 1500 രൂപയും സെക്കൻഡ് ക്വാളിറ്റി 1000 രൂപയും. അതായത് അവരെ ഇപ്പോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്
കൊടുത്തിരിക്കുന്നത്. കാരണം നല്ലവണ്ണം പഴുത്തെടുക്കുന്ന മുളകുകൾക്ക് നല്ല മെഡിസിൻ ഉണ്ട്. ആ സ്ഥാനത്ത് ലോയിൽ നിൽക്കുന്നത് വെള്ള ഉള്ളത് മറ്റുള്ള കളറൊന്നും ഇത് എഫക്റ്റ് ആവില്ല. 1 കിലോ കാന്താരി ഒറിജിനൽ മടക്കുന്നതിന് അതിന് 5 കിലോ വരെ മടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇവർക്ക് പവർ കൂട്ടാനും വെയിറ്റ് കൂട്ടാനും അതുപോലെ തന്നെ ഇവർക്ക് വരുമാനം കൂടുതലുണ്ടാക്കാനാണ് ഞങ്ങൾ പഴുത്ത കാന്താരി ഇന്നേപോലെ സെലക്ട് ചെയ്യിപ്പിക്കുന്നത്. അത് നാച്ചുറലായിട്ട് ഞങ്ങൾ തിയറി കൊടുക്കും, എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്, കൃഷി രൂപം കംപ്ലീറ്റ് ഇവർക്ക് പറഞ്ഞു കൊടുക്കും. എന്താ ഈ കൃഷിയിലെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്താ? വെല്ലുവിളി എന്ന് പറഞ്ഞാൽ കീടമാണ് ഇതിൻ്റെതായ കീടങ്ങളെ നശിപ്പിക്കാൻ. അതിനെ നശീകരണം മാറ്റാനായിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് നെറ്റ് കെട്ടി കംപ്ലീറ്റ് ഇതിനകത്ത് ഒരു ഈച്ച പോലും കടക്കാതിരിക്കാൻ കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് നടാവുള്ളൂ. കാരണം ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഔഷധം കാന്താരിക്കാണ്. കാന്താരി കഴിഞ്ഞിട്ട് കാന്താരി എന്ന് പറയുന്ന രാജാവാണ്. പച്ചില മരുന്നിൽ ആയുർവേദ മെഡിസിനിലും അതിൻ്റെ രാജാവെന്ന് പറയുന്നത് കിരീടം വെച്ച രാജാവെന്ന കാന്താരിയാണ്. ധാരാളം ഇപ്പം നേരത്തെ തന്നെ നമ്മൾ പല ആളുകളും കാന്താരി പ്ലസ് ഗുളികയൊക്കെ കഴിച്ച് രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും ഒക്കെ കുറഞ്ഞു എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രോഡക്റ്റുമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ ഒരു പ്രതികരണം എന്താ? അവർ 100%. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു പ്രൊഡക്റ്റ് ഇത്രയും കാലമായിട്ട് ഇങ്ങനെ കാന്താരി എന്നൊരു പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചതിന് അവന് അഭിനന്ദനമാണ് രേഖപ്പെടുത്തുന്നത്. കാരണം എത്രയോ അസുഖങ്ങൾ കൊണ്ട് എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിരുന്നു. ആ അറ്റാക്കിൽ നിന്നാണ് ഈ മെഡിസിനെ പറ്റി ഞാൻ ചിന്തിക്കുന്നത്. എത്ര ഗുളിക കഴിക്കുന്നു? ഇപ്പോൾ ഞാൻ കഴിക്കുന്നില്ല. എത്ര നാൾ കഴിക്കണം? 3 മാസം. കറക്റ്റ് 3 മാസം കഴിക്കുന്ന ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് എന്ന പേഷ്യൻ്റ് വരത്തില്ല. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്നൊരു മോചനത്തും കൂടിയാണ് കൊളസ്ട്രോളിനും ഷുഗറിനും പ്രഷറിനും കൂടെ അതിന് വേറെ ആഡ് ചെയ്തു. കാന്താരി മുളക്, വെള്ളുള്ളി, കരിയേപ്പില, ഇഞ്ചി എന്നിവ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. കാരണം ഇതിന് ഒരു സൈഡ് എഫക്റ്റും ഇല്ല. അപ്പോൾ നാച്ചുറൽ പ്രൊഡക്റ്റാണ്. പിന്നെ ഇതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മറ്റ് രാസവളങ്ങളൊന്നും ഇട്ട് ചെയ്യാൻ പാടില്ല. എന്തായാലും കാന്താരിയുടെ ഗുണങ്ങൾ ലോകം മുഴുവൻ എത്തിക്കാൻ സ്വന്തം ജീവിതം തന്നെയാണ് ശ്രീ സോമന് ബലി കൊടുക്കേണ്ടി വന്നത്. അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും തരാം. കാന്താരിയുടെ പെരുമ കടൽ കടക്കുന്നതിന് പിന്നിൽ ധാരാളം കർഷകരുടെ പ്രയത്നമുണ്ട്. അത് നേരിട്ട് കാണണമെങ്കിൽ ചേർത്തല തൈക്കാട്ടുശ്ശേരി പഞ്ചായത്തിലെത്തണം. കാന്താരി കൃഷി തകൃതിയാണിവിടം. ചേർത്തല തൈക്കാട്ടുശ്ശേരി പഞ്ചായത്തിൽ വെളിയിൽ വീട്ടിൽ അഭിലാഷിൻ്റെയും ആര്യയുടെയും കാന്താരി കൃഷിയിടത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. കാന്താരി കൃഷിയുടെ കരുത്തും കാന്തിയും ഇപ്പോൾ കാണാം. അഭിലാഷുമായി ചില വിവരങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം അഭിലാഷ്. നമസ്കാരം. ഇപ്പോൾ ഇവിടെ എത്രത്തോളം തൈകളുണ്ട്? ഏകദേശം 200ഓളം തൈകളുണ്ട് ഇവിടെ. അതെ, ഇപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഹരിതസുന്ദരം പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ധാരാളം പ്രേക്ഷകരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം കാന്താരി ഒരുപക്ഷെ ഈ തരത്തിലൊരു കൃഷി രീതി ഒരുപക്ഷെ ആദ്യമായിട്ട് കാണുമായിരിക്കും. എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു കൃഷി രീതി? എന്താണ് വാരം കോരൽ മുതൽ അതിൻ്റെ വിളവെടുക്കുന്നത് വരെ അവലംബിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ലക്ഷണം വിശദീകരിക്കാം. ഓക്കെ, വിശദീകരിക്കാം. നമ്മൾ ആദ്യം അത്യാവശ്യം ചോലയൊക്കെ വെട്ടിമാറ്റിയ ശേഷം ഇതേപോലെ ചുറ്റുപാടും ഈ പച്ച ഗ്രീൻ ഹൗസിൻ്റെ ഒരു ചെറിയ രീതിയിൽ ചുറ്റുപാടും ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ ഏകദേശം 2 അടി വീതിയിൽ 2 സൈഡിൽ നിന്നും തൂമ്പയോ അതുപോലത്തെ എന്തെങ്കിലും മണ്ണ് വെട്ടാൻ ഉപയോഗിക്കുന്ന സാധനം വെച്ച് 2 സൈഡിൽ നിന്നും കോരി 1 അടി പൊക്കത്തിൽ ഏകദേശം വാരം പോലെ കോരുക. അതിനുശേഷം അതിൽ കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് അടിസ്ഥാനമുള്ളതായ മറ്റ് വളങ്ങളൊക്കെ ഇട്ട ശേഷം വേപ്പും പിണ്ണാക്കും അതൊക്കെ കീടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഒരു തടയും. അതിനുശേഷം പ്ലാസ്റ്റിക് ഷീറ്റ് ഇതുപോലെ നിരയായിട്ട് വച്ചിട്ട് അതിൻ്റെ പുറത്ത് കയറ് കൊണ്ട് ബലപ്പെടുത്തും. എന്ന് പറഞ്ഞാൽ ഇത് ഒന്ന് പിടിച്ചു വരാൻ വേണ്ടി, വേരൊക്കെ പിടിച്ച് അത് മണ്ണ് വാരം ഇടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അത് കയറിട്ട് മുറുക്കുന്നു. അതിനുശേഷം ഏകദേശം 1 അടി സ്ക്വയറിൽ അത് മുറിച്ച ശേഷം അതിൻ്റെ ഉള്ളിലാണ് തൈകൾ നടുന്നത്. അത് ഏകദേശം 1 അടി വലിപ്പത്തിൽ നീളത്തിലും വീതിയിലും മുറിച്ച് മാറ്റിയതിന് ശേഷം വളമിട്ട സ്ഥലത്തേക്ക് തൈകൾ. അപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ആ ഇട്ട വളവും നമ്മൾ നിത്യേന വെള്ളം ഒഴിക്കണം. ചെറുമണ്ണലായതുകൊണ്ട് നിത്യേന വെള്ളം ഒഴിക്കണം. വെള്ളമൊഴിച്ച് അപ്പോൾ 2 ആഴ്ച കൊണ്ട് ഒരു പരിധിവരെ ചെറിയ ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ അതിനുശേഷം അടുത്തൊരു 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും ചാണകപ്പൊടിയും അങ്ങനെ കുറച്ച് എല്ലുപൊടി ഇടുന്നത് നല്ലതാണ്. വേപ്പും പിണ്ണാക്കും വീണ്ടും 2 ആഴ്ച കഴിയുമ്പോൾ ചെയ്യുന്നു. നിത്യേന നനയ്ക്കുകയും വേണം. ഒരു സംരംഭം എന്ന നിലയിൽ നിങ്ങൾക്ക് വിജയകരമായി തോന്നുന്നുണ്ടോ? എനിക്ക് വിജയകരമായിട്ട് തോന്നുന്നു. ഒരു സൈഡായിട്ടുള്ളൊരു പരിപാടി ആയതുകൊണ്ട് എനിക്ക് വിജയമായിട്ട് തോന്നുന്നുണ്ട്. വളരെ നന്ദി അഭിലാഷ്. ഓക്കെ, താങ്ക് യു.
മലയാളിയുടെ ജീവിതശൈലി രോഗങ്ങളായ കൊളസ്ട്രോളിനും രക്തസമ്മർദ്ദത്തിനും പ്രമേഹത്തിനുമൊക്കെ ഉത്തമ ഔഷധമാണ് കാന്താരി പ്ലസ് എന്ന് തെളിയിക്കുന്നതാണ് പലരുടെയും അനുഭവങ്ങൾ. ചേർത്തല തെക്ക് സ്വദേശി ശ്രീ രാജു നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹവുമായി കാന്താരി പ്ലസിൻ്റെ ഗുണഗണങ്ങൾ പങ്കിടാം. നമസ്കാരം രാജു. നമസ്കാരം സാർ. ഈ എത്ര നാളായിട്ട് ഈ ഗുളിക കഴിക്കുന്നു? ഞാനിപ്പോൾ ഒരു 6 മാസമായിട്ട് ഈ ഗുളിക കഴിക്കുന്നുണ്ട്. എന്താ ഒരു അനുഭവം? കഴിച്ചിട്ട് പ്രയോജനകരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ് ഈ പ്രോഡക്റ്റ് ഞാൻ കഴിക്കാൻ തുടങ്ങി. ഈ കാന്താരി പ്ലസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഞാൻ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് കൊളസ്ട്രോൾ അല്പം കൂടുതലായിരുന്നു. എത്ര ഉണ്ടായിരുന്നു? 240 ഉണ്ടായിരുന്നു. 6 മാസത്തെ ഉപയോഗത്തിന് ശേഷം എത്ര ആയി കൊളസ്ട്രോൾ? ഇപ്പോൾ 150 വരെ ആയിട്ടുണ്ട്. വെഞ്ഞാറമ്മൂട് പാലാങ്കോണം മനോഹരമാണിവിടം. പേരുപോലെ സുന്ദരം. ഗ്രാമ്യഭംഗിയുടെ നടുലാവണ്യങ്ങൾ കാണണമെങ്കിൽ ഇങ്ങോട്ടെത്തണം. ഓരത്തുകൂടി ഒഴുകുന്നത് വാമനപുരം ആറ് തന്നെ. ഇവിടെയാണ് സുരാധരൻ നായരുടെ കൃഷിഭൂമി. സുരാധരൻ നായർ ഒരു മുഴുനീള കർഷകൻ തന്നെ. വയസ്സ് 60ഓടടുക്കുന്നു. മനസ്സും മേനിയും മണ്ണിൽ അർപ്പിച്ചു തന്നെയാണ് അധ്വാനം. 2 ഏക്കർ വരുന്ന നെൽപ്പാടമാണ് സുരാധരൻ നായരുടെ ഭൂമിയിലധികവും. വിശാലമായ നീലാംബര പന്തലിന് താഴെ ഹരിത പച്ചപ്പ് ചൂടി നെൽപ്പാടം അങ്ങനെ ഉറങ്ങുന്നു. ഉമയാണ് ഇവിടെ താരം. കുറഞ്ഞ 4-ാം മാസം കൊണ്ട് തന്നെ വിളവെടുക്കാവുന്ന ഉമ നെൽപ്പാടം നീണ്ടങ്ങനെ കിടക്കും. കുംഭവയിൽ വന്ന് ഉമ്മ വയ്ക്കുമ്പോൾ പാടത്തിന് വല്ലാത്തൊരു സൗന്ദര്യം. പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷി. ആന്ധ്രയിലെ റായൽസീമയിലെയും കോനുസീമയിലെയും നീണ്ടു കിടക്കുന്ന പാടങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ് സുരാധരൻ നായരുടെ ഉമനെൽ കൃഷി. 120-ാം പക്കമാണ് വിളവെടുപ്പെങ്കിലും 90-ാം പക്കം മുതൽ അവൾ കായ്ച്ചു തുടങ്ങും. തുടമൊത്ത നെൽമണികൾ. കതിരണിപ്പാടത്തിന്റെ ഓരത്തുകൂടി നടന്നാൽ ഒരു നെൽപ്പാലിന്റെ മണമുണ്ട്. പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷി. അരിയിൽ വിഷം ഒട്ടും പാടില്ല എന്ന നിലപാട് തന്നെ സുരാധരൻ നായരുടേത്. പാൽമണമൂറുന്ന കതിരുകളിലാണ് ചാഴിയുടെ ആക്രമണം. എന്നാൽ ചാഴി തീരെയില്ല. ചാഴിയെ പുകച്ച് പുറത്തുചാടിക്കാൻ സുധാകരൻ നായരുടെ കൊതുമ്പ് കത്തിക്കൽ പ്രയോഗമുണ്ട്. ഒപ്പം തീക്ഷ്ണഗന്ധമുള്ള പൂച്ചെടികൾ പാടത്തിന്റെ ഓരത്തുണ്ട്. അവയാകട്ടെ ചാഴി ഉൾപ്പെടെയുള്ള ശത്രുകീടങ്ങളെ ആകർഷിച്ചു പിടിച്ചുകൊള്ളും. തീക്ഷ്ണഗന്ധമുള്ള പൂച്ചെടികളും കൊതുമ്പ് പുകയുമൊക്കെ ആകുമ്പോൾ നെൽപ്പാടത്തിന് ആകെ ഒരു ജൈവ സുരക്ഷാ വേലി തന്നെയുണ്ട്. കൃഷി കൊച്ചിലിനെ മൂലം കൃഷി ചെയ്യുന്നത് എനിക്കൊരു വലിയൊരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. സൗദിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴും അവിടെയും ചെയ്യുമായിരുന്നു. കിട്ടുന്ന സമയത്തൊക്കെ നല്ല വിളവ് കിട്ടിയിട്ടുണ്ട്. തക്കാളി, കാബേജ്, കോളിഫ്ലവർ ഈ ഐറ്റങ്ങളേ ഉള്ളൂ. പിന്നെ വേറെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 5 വർഷം കൊണ്ട് ഇവിടെ ഈ കൃഷി ചെയ്യുകയാണ്. കൃഷിക്ക് ഉള്ള ആ താല്പര്യം കൊണ്ട് ഇതിൽ ലാഭവും നഷ്ടവും നോക്കാറില്ല. കൃഷി ചെയ്തുകൊണ്ട് പോവുകയാണ്. പിന്നെ എല്ലാ ഐറ്റവും ഉണ്ട്. ഏത്തൻ, കപ്പ, മുന്തൻ, പൂജാക്കദളി, പാളയംകുടൻ, രസകദളി, നെല്ല്, മലക്കറി ഐറ്റം, പടവൽ, പാവൽ, പയർ, വെള്ളരി, സലാഡ് വെള്ളരി ഈ ഐറ്റങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പുല്ലമ്പാറ കൃഷിഭവനിൽ നിന്ന് കൃഷി ഓഫീസർ വന്ന് 2 ആഴ്ചയിലൊരിക്കൽ ചെക്ക് ചെയ്യുന്നുണ്ട്. അവർ പറയുന്ന രീതിയിലാണ് ഇവിടെ ചെയ്യുന്നതെല്ലാം.